സ്വന്തം ഉത്തരവാദിത്തം മറന്നുകൊണ്ട് സുഖലോലുപതയിൽ മുഴുകിയ ഒരു രാജാവിന് വന്ന വീഴ്ചയും അതിനെ തുടർന്ന് അദ്ദേഹത്തിനുണ്ടായ നഷ്ടവും എന്താണെന്നറിയാമോ? ദാവീദ് രാജാവിന്റെ കഥ പഠിപ്പിക്കുന്നത് അതാണ്. സാവൂളിന് ശേഷം ദൈവമായ കർത്താവ് രാജാവായി തിരഞ്ഞെടുത്തത് ദാവീദിനെയായിരുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനായിരുന്നു ദാവീദ്. ഒരുപാട് അപകടങ്ങളിൽ നിന്ന് അവനെ രക്ഷിച്ച് ഇസ്രായേലിന്റെ രാജാവാക്കിയത് ദൈവമായിരുന്നു. എന്നാൽ സാമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 11-ാം അധ്യായത്തിൽ ദാവീദിന് സംഭവിച്ച വീഴ്ചയെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. വസന്തത്തിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പോകാറുള്ള സമയത്ത് ദാവീദ് യോവാബിനെയും തന്റെ സേവകന്മാരെയും ഇസ്രായേൽ സൈന്യം മുഴുവനെയും യുദ്ധത്തിനയച്ചു. അവർ അമ്മോന്യരെ തകർത്ത് റബ്ബ നഗരം വളഞ്ഞു. എന്നാൽ തന്റെ സൈന്യം യുദ്ധം ചെയ്യുമ്പോൾ ദാവീദ് ജെറുസലേമിൽ താമസിക്കുകയായിരുന്നു. ഒരു ദിവസം സായാഹ്നത്തിൽ ദാവീദ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. അവൾ അതീവ സുന്ദരിയായിരുന്നു. അവളെ കൂട്ടിക്കൊണ്ടുവരുവാൻ ദാവീദ് ആളയച്ചു. അവൾ ഹിത്യനായ ഊറിയായുടെ ഭാര്യയായ ബത്ശേബ ആയിരുന്നു. അവൾ വന്നപ്പോൾ ദാവീദ് അവളുമായി പാപം ചെയ്തു. അവൾ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അവൾ ഗർഭം ധരിച്ചു. അവളുടെ ഭർത്താവായ ഊറിയ യുദ്ധരംഗത്തായിരുന്നു. തന്റെ പാപം മറക്കുന്നതിന് വേണ്ടി ഊറിയായെ കൊല ചെയ്യാൻ ദാവീദ് സേവകരോട് കൽപ്പിക്കുന്നു. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ദാവീദ് പാപം ചെയ്യുന്നു. ദാവീദിന്റെ ഈ പ്രവൃത്തി കർത്താവിന് ഇഷ്ടമായില്ല. നാഥാൻ പ്രവാചകൻ വഴി ദൈവം ദാവീദിനെ കഠിനമായി ശിക്ഷിച്ചു. വിശുദ്ധ ഗ്രന്ഥം ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു ദാവീദിന്റെ വീഴ്ചയ്ക്കുള്ള കാരണങ്ങൾ? ഒന്നാമത്, എല്ലാ രാജാക്കന്മാരും യുദ്ധത്തിന് പോകുന്ന സമയത്ത് ദാവീദ് മാത്രം സുഖലോലുപതയിൽ മുഴുകി സ്വന്തം കടമ മറന്നു. രണ്ടാമതായി, ദൈവത്തിന്റെ കണ്ണിൽ നിന്ന് ഒന്നും മറിഞ്ഞിരിക്കുകയില്ല എന്നറിഞ്ഞിട്ടും ദൈവത്തെ കബളിപ്പിക്കുന്ന രീതിയിൽ അവൻ പെരുമാറി. സ്വന്തം ഉത്തരവാദിത്തങ്ങൾ മറന്നുകൊണ്ട് നൈമിഷികമായ സുഖങ്ങൾ തേടിപ്പോകുന്ന എല്ലാവർക്കും അയാൾ എത്ര ഉന്നതനാണെങ്കിലും വീഴ്ച പറ്റുമെന്ന് ദാവീദിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു.